അങ്ങനെ നമ്മൾ ഈ ആഴ്ച ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഈ ആഴ്ച ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസം ഇറങ്ങിയില്ല. വണ്ടി പണി തന്നു. വണ്ടി സർവീസ് സെൻറ്ററിൽ കൊണ്ടിട്ടു. ആ വേട്ടാവളിയന്മാർ കറക്റ്റ് സമയത്ത് തന്നില്ല. അവരെനിക്ക് ശനിയാഴ്ച വൈകുന്നേരം തരാമെന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച ആയിട്ടും തന്നിട്ടില്ല. ഒടുക്കം തിങ്കളാഴ്ച ഉച്ച ആയപ്പോഴത്തേക്കും വാട്ടർ വാഷ് ചെയ്തിട്ടില്ല, ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് മൊത്തത്തിൽ ദേഷ്യവും വന്നു. പിന്നെ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നു. ഒടുക്കം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കൊണ്ടുവന്നു. പിന്നെ ഇനി നാളെ, അതായത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 28-ാം തീയതിയാണ്. 29-ാം തീയതി ഞാൻ ശബരിമലയിൽ പോകുന്നു. 30-ാം തീയതി അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ 31 കൂടെ അങ്ങ് ലീവ് എടുത്തു, 4 ദിവസം. സോ 7 ദിവസം ലീവ്. അപ്പോൾ ഈ മാസം കംപ്ലീറ്റ് നമ്മൾ വലുതായിട്ട് ഓടിയിട്ടേ ഇല്ല. പക്ഷേ ഓടിയ ദിവസം അത്യാവശ്യം ജെന്യൂനായിട്ട് തന്നെ ഞാൻ ഓടിയിട്ടുണ്ട്. ഒരു ദിവസം മാത്രം, അത് അടുപ്പിച്ച് ഇത്രയും ദിവസം പോയതുകൊണ്ട് എനിക്ക് ഒരു ദിവസം ചെറിയൊരു ബാക്ക് പെയിൻ അടിച്ചു. പിന്നെ അതുമാത്രമല്ല, മഴയായിരുന്നു ആ ഒരു ടൈമിൽ. 23-ാം തീയതി 24-ാം തീയതി ഫുള്ള് മഴ, നനഞ്ഞ് തണുത്ത് അടുപ്പിച്ച് ഇത്രയും ഓടി മൊത്തത്തിൽ കിളിയായി. അതായത് 17-ാം തീയതി മുതൽ 24-ാം തീയതി വരെ 7 ദിവസം അടുപ്പിച്ച് ഓടി മഴയായിട്ട് മൊത്തം നനഞ്ഞ്. പിന്നെ വണ്ടിയും പണിയായി വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ പതുക്കെ അങ്ങ് ചവിട്ടി. ഇനി എന്തായാലും സർവീസ് ചെയ്തിട്ടേ ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മുടെ ഈ ആഴ്ചത്തെ പേയ്മെൻറ്റ്, അതായത് ഈ ആഴ്ചത്തെ പേയ്മെൻറ്റ് 6,915 രൂപ. അങ്ങനെ ടോട്ടൽ നമ്മൾ ഒരാഴ്ച ഏൺ ചെയ്തത്, ആകെ ജെന്യൂനായിട്ട് ഓടിയത് 3 ദിവസം, ഒരു ദിവസം 459 രൂപ, അത്രേ ഉള്ളൂ. അപ്പോൾ ജെന്യൂനായിട്ട്, അതായത് ഫുൾ അടിച്ച് ഓടിയത് ഈ 3 ദിവസം. ഇപ്പോൾ അങ്ങനെയാണ് എടുക്കണേ, നമ്മൾ ഫുൾ അടിക്കും. നേരത്തെ, അതായത് ഞാൻ ഫെബ്രുവരി മാർച്ച് ആ സമയം എന്നൊക്കെ പറയുന്നത്, ഈ പേയ്മെൻറ്റാണ് എൻ്റെ വീക്കിലി പേയ്മെൻറ്റ്. അതായത് ആഴ്ചയിൽ ഞാൻ 7,000 രൂപ ഏൺ ചെയ്യും. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇറങ്ങിയിട്ട് 1000 വെച്ചിട്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, പെർ ഡേ 2000. അതിൽ കുറഞ്ഞ് ഞാൻ ടാർഗറ്റ് നോക്കാറില്ല. 2000 അടിക്കുക, വരിക. അതാകുമ്പോൾ 4 ദിവസം പോയാലും മതി. ബാക്കി 3 ദിവസം എനിക്ക് ലീവ് എടുക്കാം. എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും വർക്കും എല്ലാം നടക്കും. അപ്പോൾ ശബരിമല എന്തിനു പോകണമെന്ന് ചോദിച്ചാൽ, ശബരിമലയിൽ നിറപുത്തരിയൊക്കെ ഉണ്ട്. എനിക്ക് വേറൊരു ചാനലുണ്ട്, അമ്പലങ്ങളെന്ന് പറഞ്ഞ്. ഞാൻ റെഗുലറായിട്ട് അമ്പലത്തിൽ പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇടാമെന്ന് വെച്ചു. പിന്നെ എനിക്ക് ട്രേഡിങ്ങിനായിട്ട് മറ്റൊരു ചാനലുണ്ട്. അപ്പോൾ ഇതും കൂടെ കൂട്ടി 3 ചാനലാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ സൊമാറ്റോ അല്ലാതെ വേറെ ഒരു ജോബ് എനിക്കിപ്പോൾ തൽക്കാലത്തേക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ മന്ത്ലി ടോട്ടൽ എത്ര പേയ്മെൻറ്റ് കിട്ടിയെന്ന് നോക്കാം. ഞാൻ ഇതുവരെ ഇറങ്ങി നല്ല ലീവ് എടുത്തിട്ടുണ്ട് ഈ മാസം. എന്നിട്ടും ടിപ്പ്, കൈ തന്ന ടിപ്പും കൂടെ കൂട്ടി നമുക്ക് 18 റൗണ്ട് ചെയ്യാം. ഈ മാസം നമുക്ക് ടോട്ടൽ 18,000 രൂപ ഇട്ടിട്ടുണ്ട്. നമ്മൾ വീക്കിലി നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ എത്ര ലീവ് എടുത്തിട്ടുണ്ട് ഈ മാസം ടോട്ടലി. നമുക്ക് വീക്കിലി ബാക്കിലോട്ട് പോട്ടെ. യെസ്, 1 2 3 4 5 പിന്നെ 6 7 8 ഈ 300 ഇതൊന്നും കൂട്ടണ്ട. അപ്പോൾ 10 11 12 13 ഓക്കെ, 14 15 16 17 18 19 20 21 ദിവസം ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 10 ദിവസത്തെ എൻ്റെ പേയ്മെൻറ്റാണ് ഈ 17,726. ആലോചിച്ച് നോക്കുക, വെറും 10 ദിവസം മാത്രമേ ഞാൻ ഈ മാസം ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കി 21 ദിവസം ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. 10 വയ്ക്കേണ്ട, നിങ്ങളൊരു 9 8 വച്ചാൽ മതി. കാരണം ഇടയ്ക്ക് 1 2 600 700 ഒക്കെ കിടപ്പുണ്ടാവും. അതൊന്നും ഞാൻ ഡെയിലി ആയിട്ടാണ് കൂട്ടിയത്. അപ്പോൾ എങ്ങനെ പോയാലും കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 8 ദിവസം ഓടിയിട്ടുള്ള പേയ്മെൻറ്റാണ് സൊമാറ്റോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ വൈ ഡയമണ്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. 8 ദിവസം കൊണ്ട് 18,000 രൂപ. ഞാനിത് 30 ദിവസം ഇറങ്ങിയിരുന്നെങ്കിൽ, എനിക്ക് അങ്ങനെ ഇറങ്ങാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പറ്റുന്നില്ല. അങ്ങനെ ഒരു 30 ദിവസം ഇറങ്ങി എൻ്റെ ഓൾ ടൈം ഹൈ, എനിക്ക് ഏറ്റവും കിട്ടിയ ഹൈ പേയ്മെൻറ്റ് എനിക്ക് കാണിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എൻ്റെ ചാനലിൽ. ഒരു സൊമാറ്റോക്കാരന്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു മലയാളിയായിട്ട് നിന്നിട്ട് സൊമാറ്റോ ഓടിയിട്ട് എനിക്ക് എത്ര രൂപ കിട്ടും എന്നെനിക്ക് ഒരു മാസം മൊത്തം ഓടിയാൽ കൊള്ളാമെന്നുണ്ട്. എന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഓടാനായിട്ട്. കാരണം എനിക്ക് ഒരു പ്രശ്നം വരാതെ, വണ്ടി സർവീസ് വരാതെ, വേറെ അനാവശ്യ ലീവുകൾ എടുക്കാതെ എല്ലാ ദിവസവും ഫുള്ള് 30 ദിവസവും ഫുൾ എനിക്ക് അടിക്കണം എന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം. ഒരാഴ്ച ഫുൾ അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, 15,000 ആണ് ചെയ്തത്. അപ്പോൾ ഇനി 2 ആഴ്ച ഫുൾ അടിക്കണം, 3 ആഴ്ച ഫുൾ അടിക്കണം, 1 മാസം ഫുൾ അടിക്കണം. അപ്പോഴേ എൻ്റെ ആ ഒരു ചലഞ്ച്, അത് 1 മന്ത് ഫുൾ അടിക്കുന്ന ആ ചലഞ്ച് തീരുള്ളൂ. അപ്പോൾ എനിവേ, ജൂലൈയിൽ നമ്മുടെ പേയ്മെൻറ്റ് 17 കഴിഞ്ഞ മാസത്തെ പേയ്മെൻറ്റ് ആണ് ജൂണിലെ 29,000. അതായത് 700 രൂപ എങ്ങനെയാലും ഡിപ്പെൻഡ് ആയി കിട്ടിയാലും 30 രൂപ റൗണ്ട് ചെയ്ത് വെച്ചോ. 30 രൂപ പേയ്മെൻറ്റ്, അതിന് മുമ്പ് 28,000 രൂപ പേയ്മെൻറ്റ്, അതിന് മുമ്പ് 24,000 രൂപ പേയ്മെൻറ്റ്, അതിന് മുമ്പ് 25,000 രൂപ പേയ്മെൻറ്റ്, അതിന് മുമ്പ് 12,000. ഫെബ്രുവരി ഞാൻ ഇറങ്ങിയിട്ടേ ഇല്ല, ചുമ്മാ എന്തൊക്കെ കാണിച്ചാണ് 12,000.
ജൂലൈയിലാണ് എൻ്റെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും ലോവസ്റ്റ് പേയ്മെൻറ്റ്. കാരണം 28, 27, 24, 25ഒക്കെയാണ് മാർച്ച് പോലുള്ള എൻ്റെ പേയ്മെൻറ്റ്. ജൂലൈയിലാണ് എൻ്റെ ഏറ്റവും ലോവസ്റ്റ് പേയ്മെൻറ്റ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ഓഗസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ഇല്ലേ എന്ന്. അപ്പോൾ എനിവേ നമ്മുടെ ചലഞ്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, 10 ലാഖിൻ്റെ ചലഞ്ച്. അപ്പോൾ ഇത് നമുക്ക് 3 ദിവസമായിട്ട് കൂട്ടാം, 4 ദിവസമായിട്ട് കൂട്ടണ്ട. കാരണം ഇത് ജസ്റ്റ് വണ്ടി കംപ്ലൈൻ്റ് കാര്യം ജസ്റ്റ് ഒന്ന് കറങ്ങി നിന്നതാണ്. നമ്മുടെ 3 ദിവസത്തെ പേയ്മെൻറ്റാണ് ഈ ഒരു 7000 രൂപ. അപ്പോൾ ഇത് നമ്മുടെ ചലഞ്ചിലേക്ക് നമ്മൾ കൂട്ടുവാണ്, 10 ലാഖിൻ്റെ ചലഞ്ചിലേക്ക്. അപ്പോൾ എനിവേ കീപ് സപ്പോർട്ടിങ് മീ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യുക. നിങ്ങളുടെ സബ് ഓരോ സബ് വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.